റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ അജപാലന ദൗത്യം ഏറ്റെടുക്കുകയാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. സഭയുടെ സ്ഥാനമൊഴിഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഉൾപ്പെടെയുള്ള മെത്രാപ്പൊലീത്തമാർ ഇന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഭയുടെ വിവിധ മെത്രാപ്പൊലീത്തമാരും വൈദികരും അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മൗണ്ട് സെന്റ് തോമസിൽ എത്തിയിട്ടുണ്ട്. മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ വിവിധ പ്രമുഖരടക്കം ഈ ചരിത്രപരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക ആണെങ്കിൽ ഇത്തവണ സെന്റ് മേരീസ് ബസിലിക്ക അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, സഭയിലെ തർക്കങ്ങളും കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇത്തവണ അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്നത്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഭയെ സംബന്ധിച്ചൊരു ചരിത്രപരമായ മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിനു മുൻപൊക്കെ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലായിരുന്നു. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. എന്താണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്? സീറോ മലബാർ സഭയുടെ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രപരമായ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രധാനമായും അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭ എന്ന നിലയിൽ സീറോ മലബാർ സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കത്തോലിക്ക തിരുസഭയിൽ പൊതുസമൂഹത്തിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ നിലനിൽക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ സീറോ മലബാർ സഭയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 32ാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിൽ അഭിവന്യ പിതാക്കന്മാര് തിരഞ്ഞെടുത്തത് ഇപ്പോ ഷംഷാബാദ് രൂപതയുടെ മെത്രാനായ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയാണ്. പിതാവ് നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മെത്രാന്മാർക്കിടയിലെ മിടുക്കനായ ഒരു ധ്യാന പ്രസംഗകനാണ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ്. അതോടൊപ്പം തന്നെ റാഫേൽ തട്ടിൽ പിതാവ് എല്ലാ മനുഷ്യരോടും ഒത്തിരിയേറെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യം അറിയാം. നമ്മൾ ഇന്ന് വളരെ പ്രധാനമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയപ്പെട്ടതുപോലെ തന്നെ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി വന്നിരിക്കുന്നവരായ ധാരാളം വിശിഷ്ട അതിഥികൾ നമ്മുടെ കൂടെയുണ്ട്. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ഇത്തവണ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. സാധാരണഗതിയിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏൽക്കേണ്ടത് ബസിലിക്കയിൽ വെച്ചാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകം ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സഭാ ആസ്ഥാനത്ത് തന്നെ ആവട്ടെ ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം. പ്രത്യേകമായ സാഹചര്യങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ബസിലിക്ക ദേവാലയം അടഞ്ഞു കിടക്കുന്നുവെന്നുള്ളതും കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും ഒക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കെൽപ്പുള്ള ദൈവകൃപയുള്ള ഒരു വലിയ ഇടയനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സന്തോഷകരമായി പര്യവസാനിക്കുമെന്നും പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികരായിരിക്കും? ആരൊക്കെയായിരിക്കും? എല്ലാ മെത്രാപ്പൊലീത്തമാരും ചടങ്ങില് കാർമ്മികരാകുന്നുണ്ട്. അതോടൊപ്പം എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ? നമ്മുടെ ഇന്നത്തെ ചടങ്ങുകൾ ഇങ്ങനെയായിരിക്കും. ദേവാലയത്തിൽ നിന്നും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിലെ ദേവാലയത്തിൽ നിന്നും ഇന്നത്തെ പ്രധാന കാർമ്മികൻ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഈ കോൺസെക്രേഷൻ കർമ്മം, സ്ഥാനാരോഹണ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ്. അവരോടൊപ്പം ഇന്ന് സഹകാർമ്മികരായി ശുശ്രൂഷകൾക്കുണ്ടാവുക സഭയുടെ 4 ആർച്ച് ബിഷപ്സ് ആണ്. നമ്മുടെ മാത്യു മൂലക്കാട്ട് തിരുമേനി,
ജോസഫ് പെരുന്തോട്ടം പിതാവ്, അതോടൊപ്പം തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, അതോടൊപ്പം ജോസഫ് പാമ്പ്ളാനി പിതാവ്, അവർ 4 പേര് സഹകാർമ്മികരായി ഉണ്ടാകും. സിനഡ് പിതാക്കന്മാരെല്ലാവരും ഈ ചടങ്ങിൽ സഹകാർമ്മികരായി കൂടെയുണ്ട്. അതോടൊപ്പം കൂരിയയിലെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അവരോട് ചേർന്ന് നമ്മൾ പ്രത്യേകമായി എല്ലാ രൂപതകളിൽ നിന്നും 5 പേരെ വീതം പ്രതിനിധികളായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്രകാരം ക്ഷണിക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ തൃശൂർ അതിരൂപതയാണല്ലോ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്വദേശം. അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ട്, ബന്ധുമിത്രാദികൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ രൂപതാമെത്രാനായിരിക്കുന്ന ശംഷാബാദിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വൈദികരും അജഗണങ്ങളിൽ ഏതാനും ചിലരും വന്നിട്ടുണ്ട്. നമ്മുടെ സിറോ മലബാർ സഭയുടെ സംഘടനാ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, വക്താക്കളായി പ്രവർത്തിക്കുന്നവരൊക്കെ. അപ്പൊ ഇപ്രകാരം പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുക. ചടങ്ങുകളുടെ ആദ്യ ഭാഗത്ത് പ്രദക്ഷിണം വന്നു കഴിഞ്ഞാൽ അഭിവന്യമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് സ്ഥാനാരോഹണ ചടങ്ങുകളുടെ പ്രാർത്ഥനകൾ ചൊല്ലി മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രധാന പീഠത്തിൽ അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഇരുത്തും. എന്നിട്ട് അദ്ദേഹത്തിന് അംശവടിയും മുടിയും നൽകും. അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ ചൊല്ലി സമാപിപ്പിച്ചതിന് ശേഷം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കും. ഇതൊരു തീർച്ചയായും കൃതജ്ഞതാ ബലിയാണ്. ദൈവം സഭയ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് റാഫേൽ തട്ടിൽ പിതാവ് എന്ന പുതിയ ഇടയൻ നൽകുന്ന കൃതജ്ഞതയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്കുള്ള വചന സന്ദേശം നൽകുന്നത് അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു ചെറിയ പൊതുസമ്മേളനമുണ്ട്. ആ പൊതുസമ്മേളനത്തിൽ പ്രധാനമായും കേരളത്തിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് അഭിവന്യ ക്ലിമ്മീസ് കത്തോലിക്ക ബാവ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെത്രാന്മാരുടെ സമിതിയായ CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത ആശംസകൾ അറിയിച്ച് സംസാരിക്കും. അതോടൊപ്പം തന്നെ ലാറ്റിൻ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കണ്ണൂർ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർ ചർച്ച് കൌൺസിലിനെ പ്രതിനിധീകരിച്ച സെക്രട്ടറി അഭിവന്യ കുര്യാക്കോസ് മാർ ഔഗീൻ തിരുമേനിയും സംസാരിക്കും. അതിനെ തുടർന്ന് പ്രതിനിധികളായി വന്നിരിക്കുന്ന ഏതാനും ചിലര് ബൊക്കെ കൊടുത്ത് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനെ അനുമോദിക്കുകയും കൃതജ്ഞതാ ഗാനം ആലപിച്ചുകൊണ്ട് സീറോ മലബാർ സഭ ആന്തം ആലപിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ചടങ്ങുകൾ ഇന്ന് അവസാനിപ്പിക്കുക. വളരെയധികം നന്ദി. ഫാദർ ആന്റണി വടക്കേക്കര സീറോ മലബാർ സഭയുടെ വക്താവാണ് ഇപ്പോൾ ന്യൂസ് 18നോട് എങ്ങനെയാണ് ഇന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുകൾ എന്ന് വിശദീകരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലാണ് ഇന്നത്തെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികൻ ആകുന്നത്. മറ്റ് വിവിധ മെത്രാപ്പൊലീത്തമാർ മുഖ്യ കാർമ്മികരാകുന്നവരിൽ 4 ആർച്ച് ബിഷപ്പുമാരുണ്ട്, 4 അതിരൂപതകളിലെ ആർച്ച് ബിഷപ്പുമാരുണ്ട്. അതോടൊപ്പം സ്ഥാനം ഒഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള മെത്രാപ്പൊലീത്തമാരും ഈ കാർമ്മികരാകുന്നുണ്ട്. സഭയിലെ വിവിധ മെത്രാപ്പൊലീത്തമാർ, അതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, വൈദിക പ്രതിനിധികൾ, ആത്മായ പ്രതിനിധികൾ അടക്കമുള്ളവരും ഈ പൊതുസമ്മേളനത്തിൽ ഈ സ്ഥാനാരോഹണ ചടങ്ങ് അതിനോടനുബന്ധിച്ചുള്ള കുർബാനയ്ക്ക് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ വിവിധ ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുന്നുണ്ട്. വിവിധ ക്രൈസ്തവ സഭകളിലെ അധ്യക്ഷന്മാരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബസേലിയസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ, അതോടൊപ്പം ലത്തീൻ സഭയുടെ പ്രതിനിധികൾ, ഇന്റർ ചർച്ച് കൌൺസിലിന്റെ പ്രതിനിധികൾ അടക്കമുള്ള പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. കാരണം സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് ഇപ്പോൾ മൗണ്ട് സെന്റ് തോമസ് നടക്കുന്നത്. നമുക്കറിയാം പ്രത്യേകം തയ്യാറാക്കിയ സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിലാണ്, സഭാ ആസ്ഥാനത്തെ സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അല്പസമയത്തിനകം, അതായത് 2:15 പിതാക്കന്മാർ ചാപ്പലിൽ നിന്നും ഓഡിറ്റോറിയത്തിലെ ചാപ്പലിൽ നിന്നും ഇവിടേക്ക് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ റാഫേൽ തട്ടിൽ പിതാവിന്റെ സഹോദരങ്ങൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചൊരു സഭയുടെ സീറോ മലബാർ സഭയുടെ രാജ്യപാലന ദൗത്യം ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സഹോദരൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷമുണ്ട്, അതിൽ കൂടുതൽ അഭിമാനമുണ്ട്. പിതാവിന് ഇങ്ങനൊരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിലെ ഞങ്ങളുടെ തട്ടിൽ കുടുംബം വ്യാകരമാതാവിന്റെ ഇടവകയും വളരെ സന്തോഷത്തിലാണ്. ദൗത്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഭാരിച്ച് ചുമതല ഏറ്റെടുക്കേണ്ട കാര്യം വന്നപ്പോ
പിതാവ് തന്നെ പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പക്ഷെ എന്ത് മാറ്റം വന്നാലും അത് പിതാവിന് അതിലേക്ക് വന്നു ചേർന്നു വലിയ ദൈവാനുഗ്രഹം കാണുന്നു. പിതാവിനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളില് ഇടപെടാനും അതില് എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്താനും ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കുടുംബാംഗങ്ങളെല്ലാവരും സഹോദരങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോ 6 പേരുണ്ട്. 10 സഹോദരങ്ങളാണോ? സഹോദരൻ പിതാവ് 10ാമത്തെ മകനാണ്. ഞാൻ 9ാമത്തെ മകനാണ്. മൂത്ത ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി 33ാമത്തെ വയസ്സിൽ. അതിന്റെ താഴെ 2 പേര് കുട്ടികളായിരിക്കുമ്പോ മരിച്ചുപോയിട്ട് ബാക്കി എല്ലാവരും ഈ 2017 ഒരു സഹോദരൻ ക്യാൻസർ രോഗം മൂലം മരിച്ചു. ബാക്കി എല്ലാവരും നിലവിലുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരും അവരുടെ മക്കളും എത്തിയിട്ടുണ്ട്. വിദേശത്തുള്ളവർക്ക് എത്താനായിട്ടൊരു സമയം കിട്ടിയില്ല. കാരണം ഇത് പ്രഖ്യാപനം അതിനോടൊപ്പം തന്നെ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല. പിതാവിന്റെ നേരെ മൂത്ത സഹോദരനാണല്ലോ. അതുകൊണ്ട് തന്നെ പിതാവിന്റെ കുട്ടിക്കാലം മുതൽ നേരിട്ട് കണ്ടിട്ടുള്ള അത്രയും വലിയൊരു ആത്മബന്ധം കാണുമായിരിക്കും. ഇങ്ങനെ ആ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് പിതാവ് എത്തുമെന്ന് കുടുംബാംഗങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു? ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വൈദികനാകുമെന്നൊരു ചെറുപ്പം മുതൽ ആഗ്രഹം. അപ്പോഴും എന്റെ അമ്മ വളരെ ഭക്തിയായിട്ടുള്ള ഒരു അമ്മയാണ്. അമ്മേരെ കൂടെ പള്ളിയിലേക്ക് പോകും, ഞങ്ങളും പോകും. അപ്പോ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് വീട്ടിലെ മറ്റുള്ള കർമ്മങ്ങൾ ആരംഭിക്കുള്ളൂ. കാപ്പിന്റെ ചായന്റെ കർമ്മങ്ങൾ ആരംഭിക്കുള്ളൂ. അതിന് പള്ളിയിൽ പോയിരിക്കുന്നത് നിർബന്ധമാണ്. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അന്ന് അച്ഛന്മാർക്ക് വേണ്ട കാര്യങ്ങളും സഹായങ്ങളൊക്കെ അവിടെ ചെയ്ത് ഓൾട്ടർ ബോയ്ക്ക് ആയിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞൊരു സ്കൂളിൽ പോകണ നേരത്തോടു കൂടി എത്തുള്ളൂ. അത് കഴിഞ്ഞാലും ആളെ കാണണമെങ്കിൽ പള്ളിയിൽ അന്വേഷിച്ചാൽ മതി. SLC കഴിഞ്ഞപ്പോൾ പള്ളിയിൽ അച്ഛനാവാൻ പോകുന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പോവാൻ വിരോധമില്ല, 2 വർഷത്തിന് ശേഷം പോയാൽ മതി, ഒരു മെച്യൂരിറ്റി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പോയി പരിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. പോയി പരിശ്രമിച്ചതാണ്. ആള് ഇപ്പോ ഡിസംബർ 21-ാം തീയതി പട്ടത്തിന് ശേഷം ഇതുവരെയുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുവരെ ആളെ കൊണ്ട് ഒരു ആരോപണ വിധേയമായിട്ടുള്ള ഒരു ഇഷ്യൂസിൽ പങ്കെടുത്തിട്ടില്ല. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും പേരെടുത്ത് വിളിക്കാനും പേര് പിടിച്ച് നീ എന്താടാ ചോദിക്കാനുള്ള ഒരു അധികാരം ആളുടെ ഉണ്ട്. ആ അധികാരവും ആ ഒരു മാനസികാവസ്ഥയിൽ ഇവിടെ വിജയകരമാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിതാവിന്റെ നേരെ മൂത്ത സഹോദരനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വലിയ സന്തോഷമാണ് ഈ തട്ടിൽ കുടുംബത്തിന്. പിതാവിന്റെ മറ്റൊരു സഹോദരൻ കൂടി ചേരുന്നുണ്ട്. പിതാവിന്റെ എത്രാമത്തെ സഹോദരനാണ്? നേരെ മൂത്ത സഹോദരനാണ് ഇപ്പോൾ സംസാരിച്ചത്. എന്താ ചോദിച്ചത്? പിതാവിന്റെ എത്രാമത്തെ സഹോദരനാണ്? പിതാവിന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ 2ാമത്തെ ആള് ഫ്രാൻസിസ്. ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക. ഞങ്ങൾ ഇന്നലെ പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഇതൊരു വലിയ പ്രതീക്ഷ നിറഞ്ഞതാണോ അത് വെല്ലുവിളി നിറഞ്ഞതാണോ എന്ന്. പിതാവ് പറഞ്ഞു പ്രതീക്ഷ നിറഞ്ഞൊരു ദൗത്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സഭയിലൊരു സംഘർഷപരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എറണാകുളം അങ്കമാലി തിരുപതി വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലൊരു പ്രാപ്തനായിട്ടുള്ളൊരു അല്ലെങ്കിൽ പിതാവിന് കഴിയുമെന്നാണോ നിങ്ങൾ സഹോദരങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനൊക്കെ ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മറികടക്കാനായിട്ട് അങ്ങനെ സാധിക്കും. നയപരമായ തീരുമാനങ്ങൾ പലതും എടുക്കും അവര്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പിതാവ് ഏറ്റവും ആത്മബന്ധമുള്ളത് അമ്മയായിട്ടായിരുന്നു, അതോ നിങ്ങൾ സഹോദരങ്ങളായിട്ടാണോ? അമ്മയായിരിക്കുമോ പിതാവിനെ ഒരു വൈദികനാകാനൊക്കെ പ്രചോദനമായത്? അതെ, തീർച്ചയായിട്ടും അമ്മയുടെ പ്രചോദനം. അമ്മയുടെ കൈ പിടിച്ചാണ് പള്ളിയിലേക്ക് പോയിരുന്നത് എല്ലാ ദിവസവും. അതിൽ ഓൾട്ടർ ബോയ്സായി. പിന്നെ ഞങ്ങളൊക്കെ കളിക്കാൻ പോണ സമയത്ത് പിതാവ് പള്ളിയിൽ അവിടെ തൂപ്പുകാരുടെ പണികൾ തുടയ്ക്കുക, വൃത്തിയാക്കുക, ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. കളിക്കാൻ പോവില്ല. വളരെ ഭംഗിയായിട്ട് ആൾക്കാരെയൊക്കെ തുടച്ച് വൃത്തിയാക്കുക. കുട്ടിക്കാലം മുതൽ അങ്ങനെ പള്ളിയുമായിട്ടൊരു ബന്ധം? തീർച്ചയായിട്ടും പള്ളിയായിട്ട് വളരെയധികം ആത്മീയ ബന്ധമുള്ളതാണ്. പിതാവായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോഴും പിതാവ് ഇതൊരു തൃശ്ശൂരുകാരനെന്ന ഇത് ഭയങ്കര അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പൂരത്തെ സ്നേഹിക്കുന്ന, അതോടൊപ്പം അവിടുത്തെ മാർക്കറ്റിൽ കൂടി നടന്നു പോകുന്ന അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് പോകണം. മാർക്കറ്റിൽ നടന്നു പോകുമ്പോൾ എല്ലാവരും കണ്ട് തട്ടി പുറത്ത് തട്ടി വർത്താനൊക്കെ പറഞ്ഞ് വളരെ
വളരെ സൗഹൃദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുക. ആരെ കണ്ടാലും വർത്തമാനം പറയും. വർത്തമാനം പറഞ്ഞ് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. കാർ പിന്നിലുണ്ടായിരിക്കും, എന്നാലും ഞാൻ നടന്നുകൊണ്ട് പോകും. അപ്പോൾ ആരെ കണ്ടാലും ഒരു സ്ഥലത്ത് നടന്നു കഴിയുമ്പോൾ ഒരു 10 ആൾ കൂടി ഉണ്ടാവും. അതിലെ അച്ഛനെ പിതാവിനെ വളരെ സ്നേഹത്തോടെ കാണുന്ന പലരുണ്ട്. പിന്നെ എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുന്നത്. ഇപ്പോൾ റാഫേൽ തട്ടിൽ പിതാവിന്റെ സഹോദരങ്ങളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വലിയ സന്തോഷമാണ്, അഭിമാനം തോന്നുന്നു. കാരണം പിതാവ് കുട്ടിക്കാലം മുതൽ പള്ളിയുമായി വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ സഹോദരങ്ങൾ പ്രതികരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയാണ് ഒരു വൈദികനാകാൻ പിതാവിനെ പ്രേരിപ്പിച്ചതെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഒരു കുട്ടിക്കാലം മുതൽ പ്രാർത്ഥനയിലാണ് അദ്ദേഹത്തെ സ്വന്തം അമ്മ വളർത്തിയിരുന്നത്. 10ാമത്തെ മകനാണെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അൽമായ സെക്രട്ടറി ശ്രീ ടോണി ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് റാഫേൽ തട്ടിൽ പിതാവ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ തൃശ്ശൂരുകാരാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? തൃശ്ശൂർക്കാരെല്ലാവരും വളരെ ആഹ്ലാദത്തോടെയാണ് തട്ടിൽ പിതാവിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയെ കാണുന്നത്. നമുക്കറിയാം, പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് സഭയിലെ പ്രതിസന്ധികൾ ഒരു പ്രതീക്ഷകളായിട്ടാണ് പിതാവ് പറയുന്നത്. പ്രതീക്ഷകൾ മാത്രമല്ല, ഒരു പ്രതിസന്ധികളെ ചക്രവാളങ്ങളായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും തൃശ്ശൂർ ടൗണിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ടൗൺ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൽ നമുക്കറിയാം 1950-60 കാലഘട്ടങ്ങളിൽ നിരവധി പ്രതിസന്ധികളിലൂടെയും നിരവധി ഹാർഡ്ഷിപ്പായിട്ടുള്ള സമയങ്ങളിലൂടെയും കടന്നു വന്ന ഒരാളാണ് തട്ടിൽ പിതാവ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യമായിട്ടുള്ള ലിറ്റർജി ആരാധനാക്രമത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് മേജർ ആർച്ച് ബിഷപ്പ്. അപ്പോൾ ആ പദവിയുടെ മുഖ്യ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമന്യ മാർ തട്ടിൽ പിതാവിന് എറണാകുളത്തെ ഈ ആരാധനാക്രമ പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു പ്രതിസന്ധിയെ കാണുന്നത് ഒരു അവസരമായിട്ടാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്, അതായത് അദ്ദേഹത്തെ ശംഷാബാദ് രൂപത ഏൽപ്പിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ സഭ അയച്ചത്. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെയും തനിമയെയും അവിടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇടയശ്രേഷ്ഠൻ എന്ന നിലയിൽ അവിടുന്ന് പേരെടുത്ത ശേഷമാണ് അദ്ദേഹം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട്, ഇപ്പോൾ 4ാമത് ബിഷപ്പായിട്ട്, മേജർ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടും. തീർച്ചയായിട്ടും എനിക്ക് സൂചിപ്പിച്ചു, വലിയ പ്രതിസന്ധി, കുട്ടിക്കാലം മുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന മനുഷ്യൻ. അതായത് പ്രതിസന്ധികളായിരിക്കും അദ്ദേഹത്തെ കരുത്തനാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ, മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണല്ലേ കരുതുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അമ്മ, എന്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, അവർ തൃശ്ശൂരിന്റെ മദർ തെരേസ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ചെറിയ വീട്ടിൽ 100 കണക്കിന് അന്യരായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ വളർത്തി വലുതാക്കി പുറത്തേക്ക് അയച്ചൊരു പാരമ്പര്യമുള്ള വീടാണ് തൃശ്ശൂർ എരിഞ്ഞേരി തട്ടിൽ വീട്. അപ്പോൾ ഇന്ന് അവിടെയുള്ള വലിയ പണക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറും അവിടെ നിന്ന് താമസവും പണവുമെല്ലാം പറ്റി ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുപോലൊരു ഹാർഡ്ഷിപ്പിലൂടെ വളർന്നു വന്ന അദ്ദേഹത്തിന് എറണാകുളത്തൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എറണാകുളം അതിരൂപതയിൽ ഈ കുർബാനക്രമം നടപ്പിലാക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ഇടയശ്രേഷ്ഠനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനാകുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കൊപ്പം നിന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തീർച്ചയായിട്ടും ഈ ഒരു കുർബാനക്രമം അദ്ദേഹം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ കോട്ടയം MP ശ്രീ തോമസ് ചാഴിക്കാടൻ കൂടി ചേരുന്നുണ്ട്. സീറോ മലബാർ ചരിത്രപരമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? കാരണം റാഫേൽ തട്ടിൽ പിതാവ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ സീറോ മലബാർ സഭയെ നയിക്കാൻ ഉചിതന് യോഗ്യനുമായ ഒരു ഇടയനെ ലഭിച്ചിരിക്കുന്നു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം തീർച്ചയായും സീറോ മലബാർ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകും, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ കൂടുതൽ ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോകുമെന്ന വിശ്വാസമാണ് എനിക്ക്. നിങ്ങളൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമുണ്ട്. പിതാവിൽ കാണുന്നൊരു ഗുണം എന്താണ്? ഒരു പ്രത്യേകത? എല്ലാവരെയും
ഒരുപോലെ കാണാൻ, എല്ലാവരെയും ഒരുപോലെ കാണുവാനും പരിഗണിക്കുവാനും കഴിയുന്ന അഭിവന്ദ്യ പിതാവാണത്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അഭിവന്ദ്യ പിതാക്കന്മാർ പ്രദക്ഷിണമായി ഈ ചടങ്ങിലേക്ക് എത്തുകയാണ്, സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് എത്തുകയാണ്. സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലെ പ്രത്യേകം തയ്യാറാക്കിയ ചാപ്പലിൽ നിന്നാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പ്രദക്ഷിണമായിട്ടാണ് അഭിവന്ദ്യ പിതാക്കന്മാർ ഈ ഒരു വലിയ പരിശുദ്ധമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്.